ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് റോബർട്ട് ടി കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്കാണ്. റിച്ച് ഡാഡ് പാവം ഡാഡി അവരുടെ സാമ്പത്തിക നിയന്ത്രണം നേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു തുടക്കമാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ്. പണത്തെക്കുറിച്ച് പണക്കാർ അവരുടെ കുട്ടികളെ എന്താണ് പഠിപ്പിക്കുന്നത്? ദരിദ്രരും മധ്യവർഗവും ചേരുത്. റോബർട്ട് ടി കിയോസാക്കി. ഈ പുസ്തകം എല്ലായിടത്തും എല്ലാ മാതാപിതാക്കൾക്കും സമർപ്പിച്ചിരിക്കുന്നു. ഒരു കുട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകർ. അംഗീകാരങ്ങൾ. നന്ദി പറയാൻ ധാരാളം ആളുകളുള്ളപ്പോൾ ഒരു വ്യക്തി എങ്ങനെ നന്ദി പറയുന്നു? ശക്തരായ റോൾ മോഡലുകളായ എൻ്റെ 2 പിതാക്കന്മാർക്കും എന്നെ സ്നേഹവും ദയയും പഠിപ്പിച്ച എൻ്റെ അമ്മയ്ക്കും ഈ പുസ്തകം ഒരു നന്ദിയാണെന്ന് വ്യക്തം. എന്നിട്ടും ഈ പുസ്തകം യാഥാർത്ഥ്യമാകുന്നതിന് ഏറ്റവും നേരിട്ടുത്തരവാദികളായ ആളുകളിൽ എൻ്റെ ഭാര്യ കിം ഉൾപ്പെടുന്നു. അവൾ എൻ്റെ ജീവിതം പൂർണ്ണമാക്കുന്നു. വിവാഹം, ബിസിനസ്, ജീവിതത്തിൽ എൻ്റെ പങ്കാളിയാണ് കിം. അവളില്ലാതെ ഞാൻ നഷ്ടപ്പെടും. ഇത്രയും വലിയ മകളെ വളർത്തിയതിന് കിമ്മിൻ്റെ മാതാപിതാക്കളായ വെന്നി, ബിൽമേയർ എന്നിവരോട് ലാറിയും ലിസ ക്ലാർക്കും, സൗഹൃദത്തിൻ്റെ പ്രോത്സാഹനത്തിൻ്റെയും സമ്മാനത്തിനായി റോൾഫ്, പാർട്ട, സാങ്കേതിക പ്രതിഭയ്ക്ക്, പഠനത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾക്കായി ആൻ നെവിൻ, ബോബി ഡിപോട്ടർ, ജോ ചാപ്പൺ, പ്രൊഫഷണൽ പിന്തുണയ്ക്കായി DC ജോൺ, ഹാരിസൺ, ജാനി ഡേ, സാന്റിഗു, റിച്ചാർഡ് വെറോണിക്ക, ടാൻ ചാക്വലിൻ, സിയോ, നൈൽ ഹെൻസൺ, മൈക്കൽ മോനറ്റ് ഹാംലിൻ, എഡിൻ, കാമില ഗു, KCC, ജെസിക്ക സി, ബെൽ, സിൻഡി ഷോപ്പോഫ്, വാൻ താർപ്പ്, CW അലൻ, മെറലു ഡിഗ്നൻ, കിം ആരീസ്, ടോം വീസൻബോൺ എന്നിവർ അവരുടെ സാമ്പത്തിക ബുദ്ധിക്ക് വേണ്ടി, മാനസിക വ്യക്തതയ്ക്കായി സാം ജോർജ്, ആൻ്റണി റോബിൻസ്, എനിറ്റ് വിയാൻ, ലോറൻസ്, ജെയിൻ ജോൺസൺ, അലൻ റൈറ്റ്, സിഗ് സിഗർ, ജെ ഒയ്സ്റ്റർ, ജൂലി ബെൽട്ടൺ, ജാമി ടാൻഫോർത്ത്, ചെറി ക്ലാർക്ക്, റിക് മെറിക്ക, ജോയ ജിതാഹെഡ്, ജെഫ് ബാസറ്റ്, ഡോം, ഡോക്ടർ ടോം ബാൻസ്, ബിൽ ഗാൽവിൻ എന്നിവരാണ് മികച്ച സുഹൃത്തുക്കളും പദ്ധതികളുടെ പിന്തുണക്കാരും. ബിസിനസ്സിൽ മികച്ച പങ്കാളികളായതിന് ഫ്രാങ്ക് ക്രെറി, ക്ലിൻറ്റ് മില്ലർ, തോമസ് അല്ലൻ, നോർമൻ ലോങ് എന്നിവർക്കും. ആമുഖം. റിച്ച് ഡാഡ് പാവം ഡാഡി. 2 അച്ഛന്മാരുണ്ടായിരുന്നത് എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തിരഞ്ഞെടുക്കാനായി. ഒരു ധനികനും ദരിദ്രനും. എനിക്ക് 2 പിതാക്കന്മാരുണ്ടായിരുന്നു, ധനികനും ദരിദ്രനും. ഒരാൾ ഉന്നത വിദ്യാഭ്യാസവും ബുദ്ധിമാനുമായിരുന്നു. അദ്ദേഹത്തിന് PhD 2 വർഷത്തിനുള്ളിൽ 4 വർഷത്തെ ബിരുദ ജോലി പൂർത്തിയാക്കി. തുടർന്ന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി, ചിക്കാഗോ യൂണിവേഴ്സിറ്റി, നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ചേർന്നു. മറ്റേ അച്ഛൻ 8ാം ക്ലാസ് പൂർത്തിയാക്കിയിട്ടില്ല. 2 പേരും അവരുടെ കരിയറിൽ വിജയിച്ചു. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്തു. 2ഉം ഗണ്യമായ വരുമാനം നേടി. എന്നിട്ടും ഒരാൾ എപ്പോഴും സാമ്പത്തികമായി കഷ്ടപ്പെട്ടു. മറ്റൊരാൾ ഹവായിലെ ഏറ്റവും ധനികരിൽ ഒരാളായി മാറും. ഒരാൾ തൻ്റെ കുടുംബത്തിനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പള്ളിക്കും കോടിക്കണക്കിന് ഡോളർ വിട്ടുകൊടുത്തു. അടയ്ക്കേണ്ട മറ്റ് ഇടത് ബില്ലുകൾ. 2 പേരും ശക്തരും കരിസ്മാറ്റിക് സ്വാധീനമുള്ളവരുമായിരുന്നു. 2 പേരും എനിക്ക് ഉപദേശം നൽകി. പക്ഷേ അവർ ഒരേ കാര്യങ്ങൾ ഉപദേശിച്ചില്ല. 2 പേരും വിദ്യാഭ്യാസത്തിൽ ശക്തമായി വിശ്വസിച്ചിരുന്നെങ്കിലും ഒരേ പഠന കോഴ്സ് ശുപാർശ ചെയ്തില്ല. എനിക്ക് ഒരു അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുമായിരുന്നു. 2 ഡാഡുകളുള്ളത് എനിക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകൾ തിരഞ്ഞെടുക്കാനായി. ഒരു ധനികനും ദരിദ്രനും. ഒന്നോ മറ്റൊന്നോ സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിനു പകരം ഞാൻ കൂടുതൽ ചിന്തിക്കുന്നതായി ഞാൻ കണ്ടെത്തി. താരതമ്യപ്പെടുത്തുന്നു, എന്നിട്ട് എനിക്കായി തിരഞ്ഞെടുക്കുന്നു. ധനികൻ ഇതുവരെ ധനികനല്ല.
പാവം ഇതുവരെ ദരിദ്രനായിരുന്നില്ല എന്നതാണ് പ്രശ്നം. ഇരുവരും തങ്ങളുടെ കരിയർ ആരംഭിക്കുകയായിരുന്നു. ഇരുവരും പണവും കുടുംബങ്ങളുമായി മല്ലിടുകയായിരുന്നു. എന്നാൽ പണത്തെക്കുറിച്ച് അവർക്ക് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, ഒരു പിതാവ് പറയും, പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മയുടെയും കാരണം. മറ്റൊരാൾ പറഞ്ഞു, പണത്തിൻ്റെ അഭാവമാണ് എല്ലാ തിന്മയുടെയും കാരണം. ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ശക്തരായ 2 പിതാക്കന്മാർ എന്നെ സ്വാധീനിക്കുന്നത് ബുദ്ധിമുട്ടായിരുന്നു. ഒരു നല്ല മകനാകാനും ശ്രദ്ധിക്കാനും ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ 2 പിതാക്കന്മാരും ഒരേ കാര്യങ്ങൾ പറഞ്ഞില്ല. അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യാസം, പ്രത്യേകിച്ച് പണത്തെ സംബന്ധിച്ചിടത്തോളം, ഞാൻ കൗതുകവും വളർത്തി. ഓരോരുത്തരും എന്താണ് പറയുന്നതെന്ന് ഞാൻ വളരെ കാലം ചിന്തിക്കാൻ തുടങ്ങി. എൻ്റെ സ്വകാര്യ സമയത്തിൻ്റെ ഭൂരിഭാഗവും പ്രതിഫലിപ്പിച്ച് ചെലവഴിച്ചു. അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? തുടർന്ന് മറ്റച്ഛൻ്റെ പ്രസ്താവനയുടെ അതേ ചോദ്യം ചോദിക്കുക. അതെ, അവൻ പറഞ്ഞത് ശരിയാണ് എന്ന് ലളിതമായി പറയുന്നത് വളരെ എളുപ്പമായിരുന്നു. ഞാൻ അതിനോട് യോജിക്കുന്നു. അല്ലെങ്കിൽ വൃദ്ധന് എന്താണ് സംസാരിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് കാഴ്ചപ്പാട് നിരസിക്കുക. പകരം ഞാൻ സ്നേഹിച്ച 2 അച്ഛന്മാർ എന്നെ ചിന്തിപ്പിക്കാനും ആത്യന്തികമായി എനിക്കായി ചിന്തിക്കാനുള്ള ഒരു മാർഗം തിരഞ്ഞെടുക്കാനും എന്നെ നിർബന്ധിച്ചു. ഒരു പ്രക്രിയ എന്ന നിലയിൽ ഒരു കാഴ്ചപ്പാട് സ്വീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നതിനേക്കാൾ ദീർഘകാലാടിസ്ഥാനത്തിൽ എന്നെ തന്നെ തിരഞ്ഞെടുക്കുന്നത് വളരെ മൂല്യവത്തായി. സമ്പന്നർ കൂടുതൽ സമ്പന്നരാകാനും ദരിദ്രരാകാനും കടക്കെണിയിൽ ഇടത്തരക്കാർ പോരാടാനും ഒരു കാരണം പണത്തിൻ്റെ വിഷയം സ്കൂളിൽ പഠിപ്പിക്കാതെ വീട്ടിലാണ് പഠിപ്പിക്കുന്നത് എന്നാണ്. നമ്മളിൽ മിക്കവരും ഇതിനെക്കുറിച്ച് പഠിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നുള്ള പണം. പാവപ്പെട്ട മാതാപിതാക്കൾക്ക് പണത്തെക്കുറിച്ച് കുട്ടിയോട് എന്ത് പറയാൻ കഴിയും? സ്കൂളിൽ തുടരുക, കഠിനമായി പഠിക്കുക എന്നവർ ലളിതമായി പറയുന്നു. കുട്ടി മികച്ച ഗ്രേഡുകളോടെ ബിരുദം നേടിയേക്കാം. പക്ഷേ ഒരു പാവപ്പെട്ട വ്യക്തിയുടെ സാമ്പത്തിക പ്രോഗ്രാമിങ്ങും മനസ്സും സജ്ജമാക്കുന്നു. ദുഃഖകരമെന്നു പറയട്ടെ, പണം സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. സ്കൂളുകൾ സ്കോളാസ്റ്റിക് പ്രൊഫഷണൽ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പക്ഷേ സാമ്പത്തിക നൈപുണ്യത്തിലല്ല. മികച്ച ഗ്രേഡുകൾ നേടിയ സ്മാർട്ട് ബാങ്കർമാർ, ഡോക്ടർമാർ, അക്കൗണ്ടന്റുമാർ എന്നിവർ അവരുടെ ജീവിതകാലം മുഴുവൻ സാമ്പത്തികമായി കഷ്ടപ്പെടുന്നതെങ്ങനെയെന്ന് ഇത് വിശദീകരിക്കുന്നു. നമ്മുടെ അമ്പരപ്പിക്കുന്ന ദേശീയ കടം വലിയ തോതിൽ ഉന്നത വിദ്യാഭ്യാസമുള്ള രാഷ്ട്രീയക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും സാമ്പത്തിക വിഷയത്തിൽ പണത്തിൻ്റെ കാര്യത്തിൽ ചെറിയതോ പരിശീലനമോ ഇല്ലാതെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതാണ്. സാമ്പത്തികവും വൈദ്യസഹായവും ആവശ്യമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളുള്ളപ്പോൾ ഉടൻ എന്ത് സംഭവിക്കുമെന്ന് ഇന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. സാമ്പത്തിക സഹായത്തിനായി അവർ അവരുടെ കുടുംബത്തെയോ സർക്കാരിനെയോ ആശ്രയിച്ചിരിക്കും. മെഡിക്കെയറും സാമൂഹിക സുരക്ഷയും തീർന്നു പോകുമ്പോൾ എന്തു സംഭവിക്കും? പണത്തെക്കുറിച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നത് മാതാപിതാക്കൾക്ക് വിട്ടുകൊടുത്താൽ ഒരു രാഷ്ട്രം എങ്ങനെ നിലനിൽക്കും? അവരിൽ ഭൂരിഭാഗവും ദരിദ്രരോ അല്ലെങ്കിൽ ഇതിനകം ദരിദ്രരോ ആയിരിക്കും. എനിക്ക് സ്വാധീനമുള്ള 2 പിതാക്കന്മാർ ഉണ്ടായിരുന്നതിനാൽ ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. ഓരോ അച്ഛൻ്റെയും ഉപദേശത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ ഒരാളുടെ ജീവിതത്തിൽ ഒരാളുടെ ചിന്തകളുടെ ശക്തിയും ഫലവും സംബന്ധിച്ച് എനിക്ക് വിലപ്പെട്ട ഉൾക്കാഴ്ച ലഭിച്ചു. ഉദാഹരണത്തിന്, എനിക്കത് താങ്ങാനാവില്ല എന്ന് പറയുന്ന ഒരു ശീലം ഒരച്ഛനുണ്ടായിരുന്നു. മറ്റേ അച്ഛൻ ആ വാക്കുകൾ ഉപയോഗിക്കുന്നത് വിലക്കി. ഞാൻ എങ്ങനെ അത് താങ്ങും എന്ന് ഞാൻ ചോദിക്കാൻ അദ്ദേഹം നിർബന്ധിച്ചു. ഒന്ന് പ്രസ്താവനയാണ്, മറ്റൊന്ന് ഒരു ചോദ്യമാണ്. ഒന്ന് നിങ്ങളെ ഒഴുക്കിൽ നിന്ന് ഒഴിവാക്കുന്നു, മറ്റൊന്ന് ചിന്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. എനിക്കത് താങ്ങാനാവില്ല എന്ന വാക്കുകൾ സ്വപ്രേരിതമായി പറയുന്നതിലൂടെ നിങ്ങളുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് നിർത്തുമെന്ന് എൻ്റെ താമസിയാതെ സമ്പന്നനായ എൻ്റെ അച്ഛൻ വിശദീകരിക്കും. എനിക്ക് ഇത് എങ്ങനെ താങ്ങാനാകും എന്ന ചോദ്യം ചോദിക്കുന്നതിലൂടെ നിങ്ങളുടെ മസ്തിഷ്കം പ്രവർത്തിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം വാങ്ങണമെന്ന് അദ്ദേഹം അർത്ഥമാക്കിയിട്ടില്ല.
ലോകത്തിലെ ഏറ്റവും ശക്തമായ കമ്പ്യൂട്ടറായ നിങ്ങളുടെ മനസ്സ് പ്രയോഗിക്കുന്നതിൽ അദ്ദേഹം അതിയായി ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം പറയും, ഞാൻ വ്യായാമം ചെയ്യുന്നതിനാൽ എൻ്റെ തലച്ചോർ എല്ലാ ദിവസവും ശക്തമാകുന്നു. അത് കൂടുതൽ ശക്തമാവുന്നു. എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിയും. എനിക്കത് താങ്ങാനാവില്ല എന്ന് യാന്ത്രികമായി പറയുന്നത് മാനസിക അലസതയുടെ അടയാളമാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. 2 അച്ഛന്മാരും കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു അച്ഛന് സാമ്പത്തിക കാര്യങ്ങളിൽ വരുമ്പോൾ തലച്ചോറിനെ ഉറങ്ങാൻ ശീലമുണ്ടെന്നും മറ്റൊരാൾക്ക് തലച്ചോർ വ്യായാമം ചെയ്യുന്ന ശീലമുണ്ടെന്നും ഞാൻ ശ്രദ്ധിച്ചു. ദീർഘകാല ഫലം ഒരു വ്യായാമം ചെയ്യുന്ന ഒരാളിൽ നിന്നും ടെലിവിഷൻ കാണുന്ന കട്ടിലിലിരിക്കുന്ന ഒരാളിൽ നിന്നും വളരെ വ്യത്യസ്തമല്ല. ശരിയായ ശാരീരിക വ്യായാമം ആരോഗ്യത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. എൻ്റെ 2 അച്ഛന്മാർക്കും എതിർ മനോഭാവങ്ങളുണ്ടായിരുന്നു. അതവർ ചിന്തിക്കുന്ന രീതിയെ ബാധിച്ചു. ഭാഗ്യമില്ലാത്തവരെ പരിപാലിക്കാൻ ധനികർ കൂടുതൽ നികുതി അടയ്ക്കണമെന്ന് ഒരച്ഛൻ കരുതി. മറ്റൊരാൾ പറഞ്ഞു, നികുതികൾ ഉൽപ്പാദിപ്പിക്കുന്നവരെ ശിക്ഷിക്കുകയും ഉൽപ്പാദിപ്പിക്കാത്തവർക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുന്നു. ഒരു അച്ഛൻ ശുപാർശ ചെയ്തു, കഠിനമായി പഠിക്കുക, അതിനാൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ ഒരു നല്ല കമ്പനി കണ്ടെത്താനാകും. മറ്റൊന്ന് ശുപാർശ ചെയ്യുന്നു, കഠിനമായി പഠിക്കുക, അതിനാൽ നിങ്ങൾക്ക് വാങ്ങാൻ നല്ലൊരു കമ്പനി കണ്ടെത്താനാകും. ഒരു അച്ഛൻ പറഞ്ഞു, ഞാൻ സമ്പന്നനാകാൻ കാരണം എനിക്ക് നിങ്ങളുടെ കുട്ടികളുണ്ട്. മറ്റൊരാൾ പറഞ്ഞു, ഞാൻ സമ്പന്നനാകാൻ കാരണം എനിക്ക് നിങ്ങളുടെ കുട്ടികളുണ്ട്. ഒരാൾ അത്താഴ മേശയിൽ പണത്തെയും ബിസിനസ്സിനെയും കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. മറ്റൊരാൾ ഭക്ഷണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് പണത്തെ വിലക്കി. ഒരാൾ പറഞ്ഞു, പണത്തിൻ്റെ കാര്യം വരുമ്പോൾ സുരക്ഷിതമായി കളിക്കുക, റിസ്ക് എടുക്കരുത്. മറ്റൊരാൾ പറഞ്ഞു, റിസ്ക് കൈകാര്യം ചെയ്യാൻ പഠിക്കൂ. ഒരാൾ വിശ്വസിച്ചു, ഞങ്ങളുടെ വീട് ഞങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപവും ഏറ്റവും വലിയ സ്വത്തുമാണ്. മറ്റൊരാൾ വിശ്വസിച്ചു, എൻ്റെ വീട് ഒരു ബാധ്യതയാണ്. നിങ്ങളുടെ വീട് നിങ്ങളുടെ ഏറ്റവും വലിയ നിക്ഷേപമാണെങ്കിൽ നിങ്ങൾ കുഴപ്പത്തിലാണ്. 2 അച്ഛന്മാരും കൃത്യസമയത്ത് ബില്ലുകൾ അടച്ചു. എന്നിട്ടും ഒരാൾ ആദ്യം ബില്ലുകൾ അടച്ചു, മറ്റൊരാൾ അവസാനമായി ബില്ലുകൾ അടച്ചു. നിങ്ങളെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും പരിപാലിക്കുന്ന ഒരു കമ്പനിയിലോ സർക്കാരിലോ ഒരു അച്ഛൻ വിശ്വസിച്ചു. ശമ്പള വർധനവ്, വിരമിക്കൽ പദ്ധതികൾ, മെഡിക്കൽ ആനുകൂല്യങ്ങൾ, അസുഖ അവധി, അവധിക്കാല ദിനങ്ങൾ, മറ്റ് ആനുകൂല്യങ്ങൾ എന്നിവയിൽ അദ്ദേഹം എല്ലായ്പ്പോഴും ശ്രദ്ധാലുവായിരുന്നു. തൻ്റെ 2 അമ്മാവന്മാരെ മിലിട്ടറിയിൽ ചേർത്തതും 20 വർഷത്തെ സജീവ സേവനത്തിനു ശേഷം ജീവിതത്തിനായി വിരമിക്കൽ അവകാശ പാക്കേജ് നേടിയതും അദ്ദേഹത്തെ ആകർഷിച്ചു. മെഡിക്കൽ ആനുകൂല്യങ്ങളും PX പ്രത്യേകാവകാശങ്ങളും സൈന്യം വിരമിച്ചവർക്ക് നൽകിയ ആശയം അദ്ദേഹം ഇഷ്ടപ്പെട്ടു. യൂണിവേഴ്സിറ്റിയിലൂടെ ലഭ്യമായ കാലാവധി സമ്പ്രദായത്തെയും അദ്ദേഹം ഇഷ്ടപ്പെട്ടു. ജീവിതത്തിനും തൊഴിൽ ആനുകൂല്യങ്ങൾക്കുമായുള്ള തൊഴിൽ പരിരക്ഷ എന്ന ആശയം ചില സമയങ്ങളിൽ ജോലിയേക്കാൾ പ്രധാനമാണെന്ന് തോന്നി. അദ്ദേഹം പലപ്പോഴും പറയും, ഞാൻ സർക്കാരിനു വേണ്ടി കഠിനാധ്വാനം ചെയ്തു, ഈ ആനുകൂല്യങ്ങൾക്ക് ഞാൻ അർഹനാണ്. മറ്റൊരാൾ മൊത്തം സാമ്പത്തിക സാശ്രയത്വത്തിൽ വിശ്വസിച്ചു. അവകാശത്തിനെതിരെ അദ്ദേഹം സംസാരിച്ചു. മാനസികാവസ്ഥയും അത് എങ്ങനെയാണ് ദുർബലരും സാമ്പത്തികമായി ദരിദ്രരുമായുള്ള ആളുകളെ സൃഷ്ടിച്ചത്. സാമ്പത്തികമായി കഴിവുള്ളവനാകാൻ അദ്ദേഹം ധൈര്യപ്പെട്ടു. $1 കുറച്ച് ഡോളർ ലാഭിക്കാൻ പാടുപെട്ടു. മറ്റൊന്ന് നിക്ഷേപം സൃഷ്ടിച്ചു. ശ്രദ്ധേയമായ ഒരു പുനരാരംഭം എങ്ങനെ എഴുതാമെന്ന് ഒരു അച്ഛൻ എന്നെ പഠിപ്പിച്ചു. അതിനാൽ എനിക്ക് ഒരു നല്ല ജോലി കണ്ടെത്താനാകും. മറ്റൊരാൾ എനിക്ക് ശക്തമായ ബിസിനസ് സാമ്പത്തിക പദ്ധതികൾ എങ്ങനെ എഴുതാമെന്ന് പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. 2 ശക്തമായ അച്ഛന്മാരുടെ ഉൽപ്പന്നമായതിനാൽ വ്യത്യസ്ത ചിന്തകൾ ഒരാളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനം നിരീക്ഷിക്കാനുള്ള ആഡംബരത്തെ എനിക്ക് അനുവദിച്ചു. ആളുകൾ അവരുടെ ചിന്തകളിലൂടെ അവരുടെ ജീവിതത്തെ ശരിക്കും രൂപപ്പെടുത്തുന്നുവെന്ന് ഞാൻ ശ്രദ്ധിച്ചു. ഉദാഹരണത്തിന്, എൻ്റെ പാവം അച്ഛൻ എല്ലായ്പ്പോഴും പറയും, ഞാൻ ഒരിക്കലും ധനികനാകില്ല. ആ പ്രവചനം യാഥാർത്ഥ്യമായി.
എൻ്റെ ധനികനായ അച്ഛൻ എല്ലായ്പ്പോഴും സ്വയം സമ്പന്നൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. ഞാനൊരു ധനികനാണ്, ധനികർ ഇത് ചെയ്യുന്നില്ല എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. ഒരു വലിയ സാമ്പത്തിക തിരിച്ചടിക്ക് ശേഷം അദ്ദേഹം പരന്നു കിടന്നപ്പോഴും ഒരു ധനികൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നത് തുടർന്നു. ദരിദ്രനും തകർന്നവനും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രോക്ക് താൽക്കാലികമാണ്, ദരിദ്രൻ ശാശ്വതമാണ്. എൻ്റെ പാവം അച്ഛൻ പറയും, എനിക്ക് പണത്തിൽ താല്പര്യമില്ല, അല്ലെങ്കിൽ പണത്തിന് പ്രശ്നമില്ല. എൻ്റെ ധനികനായ അച്ഛൻ എപ്പോഴും പറഞ്ഞു, പണം ശക്തിയാണ്. ഞങ്ങളുടെ ചിന്തകളുടെ ശക്തി ഒരിക്കലും വളക്കുകയോ വിലമതിക്കുകയോ ചെയ്യില്ല. പക്ഷേ എൻ്റെ ചിന്തകളെക്കുറിച്ചും ഞാൻ എങ്ങനെ പ്രകടിപ്പിച്ചുവെന്നതിനെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനമാണെന്ന് ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തമായി. ഞാൻ തന്നെ എൻ്റെ പാവം അച്ഛൻ ദരിദ്രനാണെന്ന് ഞാൻ ശ്രദ്ധിച്ചു. അവൻ സമ്പാദിച്ച തുക കാരണം അല്ല, അത് പ്രാധാന്യം അർഹിക്കുന്നു. പക്ഷേ അവൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും മൂലമാണ്. 2 പിതാക്കന്മാരുള്ള ഒരു കൊച്ചുകുട്ടി എന്ന നിലയിൽ ഏതൊക്കെ ചിന്തകളാണ് ഞാൻ സ്വന്തമായി സ്വീകരിക്കാൻ തിരഞ്ഞെടുത്തതെന്ന് ശ്രദ്ധാലുവായിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ നന്നായി മനസ്സിലാക്കി. ഞാൻ എൻ്റെ ധനികനായ അച്ഛനോ എൻ്റെ പാവപ്പെട്ട അച്ഛനോ പറയുന്നത് കേൾക്കണോ? 2 പേർക്കും വിദ്യാഭ്യാസത്തോടും പഠനത്തോടും വളരെയധികം ബഹുമാനമുണ്ടായിരുന്നുവെങ്കിലും പഠിക്കേണ്ടത് പ്രധാനമാണെന്ന് അവർ കരുതുന്നതിൽ അവർ വിയോജിച്ചു. ഞാൻ കഠിനമായി പഠിക്കാനും ബിരുദം നേടാനും പണം സമ്പാദിക്കാനും നല്ല ജോലി നേടാനും ഒരാൾ ആഗ്രഹിച്ചു. ഒരു പ്രൊഫഷണൽ അറ്റോർണി അല്ലെങ്കിൽ അക്കൗണ്ടൻറ്റ് ആകാൻ ഞാൻ പഠിക്കണമെന്നും എൻ്റെ MBAക്കായി ബിസിനസ് സ്കൂളിൽ പോകണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. മറ്റൊന്ന് സമ്പന്നനാകാൻ പഠിക്കാനും പണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാനും അതെനിക്ക് എങ്ങനെ പ്രവർത്തിക്കാമെന്ന് മനസ്സിലാക്കാനും എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ പണത്തിനായി പ്രവർത്തിക്കുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന വാക്കുകളായിരുന്നു. പണം എനിക്കായി പ്രവർത്തിക്കുന്നു. 9ാം വയസ്സിൽ പണത്തെക്കുറിച്ച് എൻ്റെ ധനികനായ അച്ഛനിൽ നിന്ന് ശ്രദ്ധിക്കാനും പഠിക്കാനും ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ കോളേജ് ബിരുദങ്ങളും ഉള്ള എൻ്റെ പാവം അച്ഛനെ ശ്രദ്ധിക്കാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചു. ദരിദ്രനായിരിക്കുന്നതും തകർക്കപ്പെടുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രോക്ക് താൽക്കാലികമാണ്, പാവം ശാശ്വതമാണ്. ഉന്നത വിദ്യാഭ്യാസമുള്ള എൻ്റെ അച്ഛൻ്റെ ഉപദേശവും പണത്തെക്കുറിച്ചുള്ള മനോഭാവവും ശ്രദ്ധിക്കാതിരിക്കുന്നത് തിരഞ്ഞെടുക്കുന്നത് വേദനാജനകമായ തീരുമാനമായിരുന്നു. പക്ഷേ അതെൻ്റെ ജീവിതകാലം മുഴുവൻ രൂപപ്പെടുത്തിയ ഒരു തീരുമാനമായിരുന്നു. ആരെയാണ് കേൾക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാൻ മനസ്സുവെച്ചു കഴിഞ്ഞാൽ പണത്തെക്കുറിച്ചുള്ള എൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു. എൻ്റെ സമ്പന്നനായ അച്ഛൻ എന്നെ 39 വയസ്സ് വരെ 30 വർഷ കാലയളവിൽ പഠിപ്പിച്ചു. ഇടയ്ക്കിടെ കട്ടിയുള്ള എൻ്റെ തലയോട്ടിയിലേക്ക് ഡ്രം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്താണെന്ന് എനിക്കറിയാമെന്നും പൂർണ്ണമായി മനസ്സിലായെന്നും മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം നിർത്തി. പണത്തിൻ്റെ ഒരു രൂപമാണ് പണം, എന്നാൽ കൂടുതൽ ശക്തമായത് സാമ്പത്തിക വിദ്യാഭ്യാസമാണ്. പണം വരുന്നു പോകുന്നു, പക്ഷേ പണം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിന്മേൽ അധികാരം നേടുകയും സമ്പത്ത് കെട്ടിപ്പടുക്കാൻ തുടങ്ങുകയും ചെയ്യും. പോസിറ്റീവ് ചിന്ത മാത്രം പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം മിക്ക ആളുകളും സ്കൂളിൽ പോയി പണം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ഒരിക്കലും പഠിച്ചിട്ടില്ല. അതിനാൽ അവർ പണത്തിനായി ജോലി ചെയ്യുന്നു. ഞാൻ ആരംഭിക്കുമ്പോൾ എനിക്ക് 9 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ധനികനായ അച്ഛൻ എന്നെ പഠിപ്പിച്ച പാഠങ്ങൾ ലളിതമായിരുന്നു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 6 പ്രധാന പാഠങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30 വർഷത്തിൽ ആവർത്തിച്ചു. ഈ പുസ്തകം ഈ 6 പാഠങ്ങളെക്കുറിച്ചാണ്. കഴിയുന്നത്ര ലളിതമായി പറഞ്ഞാൽ എൻ്റെ സമ്പന്നനായ അച്ഛൻ ആ പാഠങ്ങൾ എനിക്ക് മുന്നോട്ട് വെച്ചതുപോലെ പാഠങ്ങൾ ഉത്തരങ്ങളല്ല, മറിച്ച് വർദ്ധിച്ചു വരുന്ന മാറ്റത്തിൻ്റെയും അനിശ്ചിതത്വത്തിൻ്റെയും ലോകത്ത് എന്ത് സംഭവിച്ചാലും സമ്പന്നരാകാൻ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും സഹായിക്കുന്ന ഗൈഡ് പോസ്റ്റുകൾ. താങ്ക് യു സോ മച്ച്.